വെടിയുതിർത്താൽ നിശബ്ദമായി പോകുന്ന ഒരു ആത്മാവാണ് നമ്മുടേതെന്ന് അവർ കരുതി. എന്നാൽ അവർക്ക് തെറ്റി. ആത്മധൈര്യത്തിനുമേൽ കെട്ടിയുയർക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ പേരാണ് ഭാരതം. चलो LOC और 26 लोग यानी कि पहलगाम साने के बाद ബുള്ളറ്റുകൾ 26 ജീവനുകൾ എടുത്ത നാട്ടിലേക്ക് 26 ബുള്ളറ്റുകളിലായി കേരളത്തിൽ നിന്ന് നടത്തിയ യാത്ര. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇതിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട്. പെഹൽഗാം അറ്റാക്കിൽ 26 ജീവനുകൾ പൊങ്ങിയതിന്റെ പ്രതീകമായി 26 ബുള്ളറ്റിലാണ് ഈ 53 അംഗ സംഘം യാത്രയാവുന്നത്. ചലോ LOC എന്നാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ. ബുള്ളറ്റ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ്. 26 ബുള്ളറ്റുകളിലായിട്ട് 53 പേര് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന ദിവസത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. യാത്ര അവസാനിക്കുന്നത് വാസ്തവത്തിൽ വലിയൊരു തുടക്കമായിട്ടാണ്. പ്രതിസന്ധികൾ നേരിട്ടും അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ അവസാനം ശാരദാ മന്ദിറിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. പഹൽഗാമിലെ ഹീനമായ അറ്റാക്കിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കുന്നത്. അത് ശങ്കരന്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു സംഘമായത് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ്. ഫുൾ ടീം സെറ്റായിരിക്കുകയാണെങ്കിൽ ആദിശങ്കരന്റെ മണ്ണിൽ നിന്ന് കാലടിയിൽ നിന്ന് ശാരദാപീഠം വരെ പോകുന്ന LOC വരെ പോകുന്ന യാത്ര ഇവിടെ ടീമൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ ടീമൊക്കെ വന്നിട്ടുണ്ട്, ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ട്. ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാവർക്കും ധൈര്യമായി യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ആ ലക്ഷ്യം ഉയർത്തിക്കൊണ്ട് ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിയുമില്ല എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ചലോ LOC യാത്ര ആരംഭിക്കുകയാണ്. പെഹൽഗാം അറ്റാക്കിൽ മനം നൊന്ത സുരക്ഷാ സംവിധാനത്തെയും ഭരണകൂടത്തെയും കുറ്റപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേമാരിക്കിടയിൽ തനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ഒരു വ്യക്തിയുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു പോസ്റ്റ്. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ കൊണ്ടുള്ള മറുപടി. ഡോക്ടർ R. രാമാനന്ദ് കുറിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് ദേശസ്നേഹികളാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ചലോ LOC അവിടെ ആരംഭിക്കുകയായിരുന്നു. സോ ഫൈനലി രാവിലെ ഇറങ്ങിയതാണ്. ഒരു 6:30 ആയപ്പോൾ 6:30 അല്ല 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ദാ ഫൈനലി
ഞാൻ ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നു, ഇപ്പം വന്ന് ഒരു സിം എടുത്തു. കാരണം ഇവിടെ വേറെ നമ്മുടെ നാട്ടിലെ സിമ്മൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ സിം എടുത്തു, വീട്ടിലേക്കൊക്കെ വിളിച്ചു. ഇവിടെ എല്ലാവരും ഇന്ന് രാത്രിയിൽ, അവരൊക്കെ ഇന്ന് രാത്രിയിലേ എത്തുള്ളൂ. കാരണം ജമ്മുവിൽ എത്തിയപ്പോഴത്തേക്കും അവരെല്ലാവരും, ഇന്നലെ പത്താൻകോട്ടായിരുന്നു, 52 ഡിഗ്രി ആയിരുന്നു ചൂട്. എല്ലാവരും ഹീറ്റ് വേവ് ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ഇഷ്യൂസ്, ഗട്ട് ഹെൽത്തിനും സ്റ്റൊമക്ക് ഇഷ്യൂസും ഒക്കെ ആയിട്ട് എല്ലാവരും കുറച്ച് ടയേർഡായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഇന്ന് ജമ്മുവിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് ഇപ്പൊ ജസ്റ്റ് ജമ്മുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നെ പോലെ തന്നെ ഫ്ലൈറ്റിന് വന്ന് ഇവിടെ ജോയിൻ ചെയ്ത വേറൊരു അദ്ദേഹം, ഒരു വേണുഗോപാൽജിയും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുകയാണ്. ഹോട്ടലിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വേണുജി, അദ്ദേഹം ഒരു ടൂർ ഓപ്പറേറ്റർ കൂടെയാണ്, കൈലാസ യാത്രയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ടൂർ ഓപ്പറേറ്റർ. അപ്പൊ അദ്ദേഹം ആക്ച്വലി അവരുടെ കൂടെ റൈഡ് ചെയ്ത് വരാനുള്ള പ്ലാൻ ആയിരുന്നു. ആ സമയത്ത് പനിയെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇത് കൂട്ട് കിട്ടി ഇവിടെ വന്നപ്പോ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വന്നേനെ. അപ്പൊ ഞങ്ങളിപ്പോ ശ്രീനഗറില് ദാൽ ലേക്കിന്റെ അവിടെയാണ്. ഷിക്കാൻ ബോട്ടിൽ കയറി. ഇത് ആക്ച്വലി എന്റെ സെക്കൻഡ് ടൈം ആണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നപ്പോഴും പോയിരുന്നു. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ബോട്ടിൽ വെച്ച് നിന്ന് സൺസെറ്റ് കാണുന്നതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ് കാശ്മീർ യാത്ര. എല്ലാ ആളുകൾക്കും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഭയമില്ലാതെ ഇവിടെ വരാൻ പറ്റട്ടെ. പഴയ പോലെ തന്നെ, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ. അപ്പോൾ ചലോ LOCയുടെ ഭാഗമാവാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ടീം ജോയിൻ ചെയ്യും. നാളെ ഞങ്ങള് ടീത്വാളിലേക്ക് യാത്ര തുടരും. ശ്രീനഗറില് Day 2 ആണ്. രാവിലെ ഞങ്ങളിവിടെ അവിടെ ഒരു ധാബയില് ഫുഡ് കഴിക്കാൻ ശേഷം ഇന്നലെ എത്തിയപ്പോ രാത്രി ഒരു 2:30 ആയി. രാത്രിയല്ല, ഇന്ന് വെളുപ്പിന് 2:30 ആയി. ഇവിടുന്ന് ഞങ്ങള് കുപ്വാര കുപ്വാര പോയി ടീത്വാളിലേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. പെർമിഷൻ കിട്ടിയാല് പോവും. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഓൾ സെറ്റ്. ഗുഡ് മോർണിംഗ് ഫ്രം കുപ്വാര. ചലോ LOC ടീം ഇന്ന് ഓൾമോസ്റ്റ് അവരുടെ മിഷന്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അവരുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ബൈക്ക് ടീം കംപ്ലീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണു. പെഹൽഗാം അറ്റാക്കില് 26 ജീവനുകൾ പൊങ്ങിയതിന്റെ പ്രതീകമായിട്ട് 26 ബുള്ളറ്റിലാണ് ഈ 53 അംഗ സംഘം യാത്രയാവുന്നത്. ചലോ LOC എന്നാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ. ബുള്ളറ്റ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ്. അപ്പൊ ഇതാ
26 ബുള്ളറ്റുകളിലായിട്ട് 53 പേര് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന ദിവസത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കാണുന്നത് പാകിസ്ഥാനാണ്. നമസ്തേ നമസ്തേ. താങ്ക് യു ലാലേട്ടാ. ശാരദാ യാത്രാ ക്ഷേത്രത്തിൽ നിന്ന് അടുത്തതിനി നമ്മള് ഇവിടെ കിഷൻ ഗംഗ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് കിഷൻ ഗംഗ. കിഷൻ ഗംഗയിലേക്ക് പോവാണ് നമ്മൾ. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കിഷൻ ഗംഗയില് പഹൽഗാമില് മരണപ്പെട്ട 26 പേർക്കുള്ള ബലിതർപ്പണവും നടത്തി. എല്ലാവരും തിരിച്ച് യാത്രയാവാണ്.